പശ്ചിമേഷ്യയിൽ യുദ്ധമേഘങ്ങൾ കൂടുതൽ കറുത്തിരുളുന്നതിന്റെ സൂചനകൾ നൽകിക്കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും നേരെ അതിശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. സമാധാന ചർച്ചകൾ പാതിവഴിയിൽ തടസ്സപ്പെടുകയും നയതന്ത്ര ശ്രമങ്ങൾ പരാജയപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ തങ്ങളുടെ നിലപാടുകൾ കൂടുതൽ കർക്കശമാക്കുകയാണ് ടെഹ്റാൻ. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പുറപ്പെടുവിപ്പിച്ച പുതിയ പ്രസ്താവന പ്രകാരം ഇനി ഉണ്ടാകുന്ന ഏതൊരു ചെറിയ ആക്രമണത്തിനും പ്രതീക്ഷകൾക്കപ്പുറമുള്ള തിരിച്ചടിയായിരിക്കും നൽകുക. സ്ട്രാറ്റജിക് ഡിറ്റൻസ് അഥവാ തന്ത്രപരമായ പ്രതിരോധം എന്ന പുതിയ നയത്തിലേക്കാണ് ഇറാൻ ഇപ്പോൾ മാറിയിരിക്കുന്നത്. ശത്രുക്കളുടെ ആക്രമണത്തെ വെറുതെ ചെറുക്കുക എന്നതിലുപരി ആക്രമിക്കാൻ മുതിരുന്നവർക്ക് ഒരിക്കലും മറക്കാനാവാത്ത പ്രഹരം ഏൽപ്പിക്കുക എന്നതാണ് ഈ നയം കൊണ്ട് ഇറാൻ ലക്ഷ്യമിടുന്നത്. ഏത് തരത്തിലുള്ള സാഹചര്യത്തെയും നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന് ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതിൽ ആകാശയുദ്ധവും മിസൈൽ ആക്രമണങ്ങളും മാത്രമല്ല, ആവശ്യമെങ്കിൽ ഒരു കരയുദ്ധത്തിന് പോലും തങ്ങൾ ഒരുക്കമാണെന്ന മുന്നറിയിപ്പും അടങ്ങിയിരിക്കുന്നു. തങ്ങളുടെ കൈവശമുള്ള അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും ചാവേർ ഡ്രോണുകളും അമേരിക്കൻ താവളങ്ങളെ ലക്ഷ്യം വെച്ച് സജ്ജമാക്കിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണക്കടത്തുപാതയായ ഹോർമുസ് കടലിടുക്കിന് മേൽ ഇറാൻ തങ്ങളുടെ നിയന്ത്രണം കൂടുതൽ കർക്കശമാക്കിയിരിക്കുകയാണ്. അമേരിക്കയുമായും ഇസ്രയേലുമായും ബന്ധമുള്ള കപ്പലുകളുടെ ഗതാഗതത്തിന് ഇറാൻ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ പാതയിലൂടെയുള്ള ചരക്ക് നീക്കം തടസ്സപ്പെടുത്തുന്നത് ആഗോള ഊർജ്ജ വിതരണത്തെയും എണ്ണവിലയെയും വലിയ തോതിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരിട്ടുള്ള സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ നൽകിയിരിക്കുന്നത്. നയതന്ത്രപരമായ ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയത് അമേരിക്കൻ ഭരണകൂടത്തിന് വലിയ തിരിച്ചടിയായിരുന്നു. ഈ സാഹചര്യത്തിൽ സമുദ്ര സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്കകൾ അന്താരാഷ്ട്ര തലത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ആഗോള വിപണിയിലേക്ക് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ വലിയൊരു ഭാഗം കടന്നുപോകുന്ന പാതയിൽ ഇറാൻ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഈ നീക്കം അതീവ ഗൗരവമുള്ളതാണ്. തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായേക്കാവുന്ന ഏതൊരു നീക്കത്തെയും മുൻകൂട്ടി തടയാൻ ഇസ്രയേൽ ശ്രമിക്കാറുണ്ട്. എന്നാൽ ഇറാൻ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതീക്ഷകൾക്കപ്പുറത്തുള്ള തിരിച്ചടി ഇസ്രയേലിന്റെ സൈനിക ആസൂത്രണങ്ങളെ മാറ്റിമറിക്കാൻ പോന്നതാണ്. അമേരിക്കൻ നാവികസേന ഹോർമുസ് കടലിടുക്കിന് സമീപം തങ്ങളുടെ സാന്നിധ്യം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. കപ്പലുകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അകമ്പടി നൽകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പരിഗണിക്കുന്നു. എന്നാൽ ഇറാന്റെ തീരപ്രദേശങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ മേഖലയിൽ അമേരിക്കൻ കപ്പലുകൾ അപകട സാധ്യതയിലാണ്. സമാധാന ശ്രമങ്ങൾ പാളിയത് നയതന്ത്രജ്ഞരെ നിരാശരാക്കിയിട്ടുണ്ട്. ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം എന്ന ലക്ഷ്യം ഇപ്പോൾ അസാധ്യമായി തോന്നി തുടങ്ങി. ഇറാൻ കൂടുതൽ കർക്കശമായി നിലപാട് സ്വീകരിച്ചതോടെ യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. ചൈനയുമായും റഷ്യയുമായും ഇറാൻ പുലർത്തുന്ന ബന്ധം അവർക്ക് ഈ സൈനിക നീക്കങ്ങളിൽ വലിയ പിന്തുണ നൽകുന്നുണ്ട്. അമേരിക്കൻ മേധാവിത്വത്തെ ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഈ ശക്തികൾ ഇറാന്റെ പിന്നിൽ നിൽക്കുന്നത് പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യങ്ങളെ മാറ്റിമറിച്ചു. ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ നിലപാടിന് വലിയ സ്വാധീനമുണ്ട്. രാജ്യം സാമ്പത്തികമായി പ്രയാസപ്പെടുമ്പോഴും സൈനികമായ കരുത്ത് ജനങ്ങളെ ഒന്നിപ്പിക്കാനുള്ള മാർഗമായി ഭരണകൂടം ഉപയോഗിക്കുന്നു. സമുദ്ര ഗതാഗതത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചാൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് നയിക്കും. ഏതെങ്കിലും കപ്പൽ ഇറാൻ പിടിച്ചെടുക്കുകയോ ആക്രമിക്കുകയോ ചെയ്താൽ അമേരിക്ക ഉടനടി പ്രതികരിക്കുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ഉണ്ടായാൽ പശ്ചിമേഷ്യ മുഴുവൻ കത്തുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അമേരിക്കൻ പ്രതിരോധ വകുപ്പായ പെന്റഗൺ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. ഇറാന്റെ മിസൈൽ വിന്യാസത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ ഉപഗ്രഹങ്ങൾ ഉപയോഗിക്കുന്നു. ഏത് നിമിഷവും സൈനിക നീക്കത്തിന് തയ്യാറായി നിൽക്കാൻ ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വം ഇന്ത്യയെയും ബാധിക്കും. എണ്ണ ഇറക്കുമതിക്കായി ഇന്ത്യ പ്രധാനമായും ആശ്രയിക്കുന്നത് ഈ പാതയാണ്. ഇവിടെ ഉണ്ടാകുന്ന തടസ്സങ്ങൾ ഇന്ത്യൻ വിപണിയിൽ പെട്രോൾ ഡീസൽ വില വർധനവിന് കാരണമാകും. നയതന്ത്ര ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറിയത് വെറുമൊരു തന്ത്രമായിരുന്നില്ല, മറിച്ച് സൈനികമായ ഒരു പടയൊരുക്കത്തിന്റെ തുടക്കമായിരുന്നു. അമേരിക്ക അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവരെ നേരിടാൻ തയ്യാറെടുക്കുകയാണ് ഇറാൻ. ട്രംപ് ഭരണകൂടം ഇറാന് മേൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയേക്കാം. എന്നാൽ ഉപരോധങ്ങൾ കൊണ്ട് ഇറാനെ തളയ്ക്കാൻ കഴിയില്ലെന്ന് മുൻകാല അനുഭവങ്ങൾ തെളിയിക്കുന്നുണ്ട്. കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദം ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയേ ഉള്ളൂ. പശ്ചിമേഷ്യയിലെ യുദ്ധഭീതിയെ തുടർന്ന് വിദേശ നിക്ഷേപകർ മേഖലയിൽ നിന്ന് പിൻവാങ്ങുന്നത് പല അറബ് രാജ്യങ്ങളുടെയും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഈ സാഹചര്യം ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഇറാൻ അമേരിക്കൻ പോരാട്ടത്തിൽ അവർക്ക് കാര്യമായ ഇടപെടലുകൾ നടത്താൻ കഴിയുന്നില്ല. ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണി വെറും വാചക കസർത്തുകളല്ലെന്ന് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ വിശ്വസിക്കുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ ഭൂഗർഭ മിസൈൽ താവളങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്.
മിസൈൽ സിറ്റികൾ എന്ന് വിളിക്കപ്പെടുന്ന ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ഏത് സമയവും ആക്രമണം ഉണ്ടായേക്കാം. സമുദ്ര സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര സമൂഹം ഒന്നിച്ചു നിൽക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ ആവശ്യപ്പെട്ടു. കടലിലെ സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശമാണെന്നും അത് തടസ്സപ്പെടുത്തുന്നത് അംഗീകരിക്കാനാവില്ലെന്നും UN വക്താവ് പറഞ്ഞു. യുദ്ധം നടന്നാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ എത്രത്തോളം തകർക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല. കോവിഡിന് ശേഷമുള്ള ലോക സമ്പദ് വ്യവസ്ഥയുടെ തിരിച്ചുവരവിനെ ഇത്തരമൊരു യുദ്ധം പൂർണ്ണമായും ഇല്ലാതാക്കും. ചരക്ക് നീക്കം തടസ്സപ്പെടുന്നത് ലോകമെമ്പാടും പണപ്പെരുപ്പത്തിന് കാരണമാകും. അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഈ വിഷയം വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ട്രംപിന്റെ വിദേശ നയങ്ങൾ പരാജയമാണെന്ന് ഡെമോക്രാറ്റുകൾ ആരോപിക്കുന്നു. അതേസമയം ഇറാനോട് മൃദു സമീപനം കാണിക്കുന്നത് ശരിയല്ലെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടിയും വാദിക്കുന്നുണ്ട്. ഇറാന്റെ സന്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങളെ ആക്രമിച്ചാൽ തിരിച്ചു കിട്ടുന്ന പ്രഹരം നിങ്ങൾ ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും. സമാധാനത്തിനുള്ള അവസാന സാധ്യതകളും ഇല്ലാതാകുമ്പോൾ ലോകം മറ്റൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇറാന്റെ സ്ട്രാറ്റജിക് ഡിറ്റൻഡൻസ് എന്ന നയം പശ്ചിമേഷ്യ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാക്കി മാറ്റുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ കൊമ്പുകോർക്കൽ കേവലം രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നമല്ല, അത് ലോകക്രമത്തെയും ആഗോള സുരക്ഷയും ബാധിക്കുന്ന ഒന്നാണ്. സമാധാനത്തിന്റെ വഴികൾ തുറക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുമോ, അതോ യുദ്ധത്തിന്റെ തീജ്വാലകളിൽ പശ്ചിമേഷ്യ വെന്തുരുക്കുമോ എന്ന് കാലം തെളിയിക്കും. നമുക്ക് ചുറ്റുമുള്ള സമാധാന അന്തരീക്ഷം എത്രത്തോളം ദുർബലമാണെന്ന് ഈ സംഭവങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ വീണ്ടും സമാധാനം പുലരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങൾ ഒരു കൊടുങ്കാറ്റായി മാറുമോ, അതോ കെട്ടടങ്ങുമോ എന്നത് ഇനിയുള്ള ദിവസങ്ങളിലെ നീക്കങ്ങളെ ആശ്രയിച്ചിരിക്കും.